ഒഡീഷയിൽ മോഹൻ ചരൺ മാജി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒഡീഷയുടെ ചരിത്രത്തിലാദ്യമായാണ് BJP മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നത്. ഈ രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങളുമായി ഇപ്പോൾ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ ഒഡീഷയിലും അതുപോലെ തന്നെ ആന്ധ്രയിലും NDA സർക്കാരുകൾ അധികാരത്തിലേറിയിരിക്കുകയാണ്. ഈ NDA സർക്കാരുകൾ അധികാരത്തിലേറുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉണ്ടാകാനിരിക്കുന്ന മാറ്റം എന്താണ്? ഏത് രീതിയിലുള്ള ഒരു മന്ത്രിസഭയാണ് ഇരു സംസ്ഥാനങ്ങളിലും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഐസൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്നിട്ടുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ ഭരണം നേടാൻ BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സാധിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംസ്ഥാനം ആന്ധ്രാപ്രദേശും ഒഡീഷയും തന്നെയാണ്. ആന്ധ്രയിൽ YSR കോൺഗ്രസിൻ്റെയും ഒഡീഷയിൽ ബിജു ജനതാദളിൻ്റെയും തുടർ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് BJP NDA സഖ്യം ഭരണം പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ ആന്ധ്രാപ്രദേശിൽ ഇന്ന് ചന്ദ്രബാബു നായിഡു സർക്കാർ, BJP NDA സഖ്യത്തിൻ്റെ ചന്ദ്രബാബു നായിഡു സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾ, കൂടാതെ തെലുങ്ക് സിനിമാ താരങ്ങൾ തുടങ്ങിയവരെല്ലാം അണിനിരുന്ന സദസ്സിനെ സാക്ഷി നിർത്തിയായിരുന്നു ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഒപ്പം അവിടെ ജനസേന പാർട്ടി അധ്യക്ഷൻ പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. മൃഗീയ ഭൂരിപക്ഷമാണ് അവിടെ NDA സഖ്യത്തിന് ഇത്തവണ നേടാൻ സാധിച്ചത്. ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിനെ താഴെ വീഴ്ത്തിക്കൊണ്ട് ആന്ധ്രാപ്രദേശിൽ സർക്കാർ രൂപീകരിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സാധിച്ചിരുന്നു. തീർച്ചയായും മുൻപോട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന നയങ്ങൾ നടപ്പാക്കി മുൻപോട്ട് പോകും എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡുവും ഒപ്പം NDA നേതൃത്വവും വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഒഡീഷയിലും ഇന്ന് NDA സർക്കാർ, BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഒഡീഷയിലും സമാനമായ സാഹചര്യമാണ്. അവിടെ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളിൻ്റെ കാലങ്ങളായുള്ള തുടർ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് ഇത്തവണ BJP ഭരണം നേടിയെടുത്തിട്ടുള്ളത്. നിയമസഭയിൽ 147 അംഗ നിയമസഭയിൽ 78 അംഗങ്ങളുടെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള അംഗങ്ങളുടെ പിന്തുണ BJP നേടിയിരുന്നു. അവിടെ ഒഡീഷയെ സംബന്ധിച്ച് ചരിത്രത്തിലാദ്യമായാണ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്, അല്ലെങ്കിൽ ഒഡീഷ നിയമസഭയുടെ തന്നെ ചരിത്രത്തിലാദ്യമായാണ് അവിടെ ഒരു BJP മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി ഭുവനേശ്വറിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ അധികാരമേറ്റിട്ടുള്ളത്. അവിടെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള നേതാവ്, ഒപ്പം കഴിഞ്ഞ 4 തവണയായി MLA ആയി വിജയിച്ച നിയമസഭയിലേക്ക് എത്തുന്ന മോഹൻ ചരൺ മാജിയെയാണ് മുഖ്യമന്ത്രിയായി BJP തെരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലായിരുന്നു നിയമസഭാ കക്ഷി നേതാവായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വൈകിട്ട് 5 മണിയോടുകൂടി നടന്നു. ഒപ്പം അരുണാചൽ പ്രദേശിൽ BJPയാണ് 3ാം തവണയും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അവിടെ ഭരണം നിലനിർത്തിയിട്ടുള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപ് അരുണാചൽ പ്രദേശിൽ BJP MLA-മാരുടെ യോഗം ചേർന്നിരുന്നു. അവിടെ പ്രേമ ഖണ്ഡുവിനെ നിയമസഭാ കക്ഷി നേതാവായി വീണ്ടും തെരഞ്ഞെടുത്തിട്ടുണ്ട്. നാളെ സത്യപ്രതിജ്ഞ നടക്കും. അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും പ്രേമ ഖണ്ഡു അധികാരമേൽക്കും എന്നാണ് അരുണാചൽ പ്രദേശിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 60 അംഗ നിയമസഭയിൽ 47 അംഗങ്ങളുടെ ഭൂരിപക്ഷം നേടിയാണ് അരുണാചൽ പ്രദേശിന്റെ മണ്ണിൽ 3ാമതും BJP ഭരണം നിലനിർത്തിയതൊപ്പം ഈ 3 നിയമസഭകൾക്കൊപ്പം സിക്കിമിലും ഈ ലോക്സഭയ്ക്കൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അവിടെ 32 സീറ്റുള്ള നിയമസഭയിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ അംഗങ്ങളുള്ള നിയമസഭ, ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിം. അവിടെ 32 അംഗ നിയമസഭയിൽ 31 എന്ന മൃഗീയ ഭൂരിപക്ഷം നേടിയായിരുന്നു NDAയുടെ ഘടകകക്ഷി കൂടിയായിട്ടുള്ള സിക്കിം ക്രാന്തികാരി മോർച്ച, നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഭാഗമായിട്ടുള്ള സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരം പിടിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്തിക്കൊണ്ട് NDA ഭരണം നിലനിർത്തിയപ്പോൾ ലോക്സഭയ്ക്കൊപ്പം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഭരണം നേടിയെടുക്കാൻ NDAക്ക് സാധിച്ചു. അവിടെ ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. നാളെ അരുണാചൽ പ്രദേശിൽ പ്രേമ ഖണ്ഡു സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഐസൻ. ജിഷ്ണു, തീർച്ചയായും ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു മറ്റു കാര്യമുള്ളത് ഒഡീഷയിലെ മുഖ്യമന്ത്രി ഒരു ഗിരിവർഗ്ഗക്കാരനാണ് എന്നതാണ്. തീർച്ചയായും ഈ ഗിരിവർഗ്ഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയുടെ കൂടി ഭാഗമല്ലേ ഈ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചതും NDAയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്?
അസൻ തീർച്ചയായും ആ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് കൃത്യമായ പ്രാതിനിധ്യം നൽകുക, അതിന് അത് പാർട്ടി ചുമതലകളിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണഘടനാ പദവികളിലേക്കാണെങ്കിലും പോലും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളിലാണെങ്കിലും കൃത്യമായി പിന്നാക്ക വിഭാഗങ്ങൾക്ക് വ്യക്തമായ പ്രാതിനിധ്യം നൽകുക എന്ന നയം BJP സ്വീകരിക്കുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള നിയോഗം മോദി സർക്കാരിലേക്ക് എത്തിയപ്പോൾ അവിടേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ദ്രൗപദി മുർമുവിനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരത്തിൽ ഇപ്പോൾ ഒഡീഷയിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള നേതാവ്, അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPയുടെ ശക്തമായ മുഖം കൂടിയാണ് മോഹൻ ശരൺ. കാരണം കഴിഞ്ഞ 4 തവണയായി അവിടെ MLA സ്ഥാനത്തേക്ക് വിജയിച്ചു വരുന്നത് ജനപിന്തുണ നേടിക്കൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണയുള്ള നേതാവാണ്. ഒഡീഷ സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് BJPയുടെ ശക്തമായ മുഖം. അദ്ദേഹത്തെയാണ് ഒഡീഷയുടെ ഭരണചക്രം തിരിക്കാൻ അവിടെ BJPക്ക് ആദ്യമായി സർക്കാർ രൂപീകരിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയാണ് അവിടെ മുഖ്യമന്ത്രിയായി BJP തെരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള നിയമസഭാ കക്ഷിയോഗം ഒഡീഷയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് BJPയുടെ ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തിയത് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനെയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ തുടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗമായിരുന്നു ഐക്യകണ്ഠേനെ മോഹൻ ശരണിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒപ്പം ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആകും എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. കാരണം TDSും ജനസേന പാർട്ടിയും BJPയും ചേർന്നുകൊണ്ടാണ് അവിടെ ഒരു ശക്തമായ മുന്നേറ്റം നടത്തിയത്. YSR കോൺഗ്രസിന്റെ തുടർഭരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. 2 സംസ്ഥാനങ്ങളിലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത BJP സർക്കാരുകൾ, BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരുകൾ അധികാരമേൽക്കുന്ന അത്തരത്തിൽ ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും BJPയുടെ അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരുകൾ അധികാരത്തിലേറുകയാണ്. തെലങ്കാനയും കർണാടകയും ഹിമാചൽ പ്രദേശും കോൺഗ്രസ് ഭരിക്കുന്നു. ഒപ്പം പഞ്ചാബും ഡൽഹിയും ആം ആദ്മിയും തമിഴ്നാടും കേരളവും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി അധിക സംസ്ഥാനങ്ങളും BJPയോ അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും ഭരണം നടത്തുന്നു എന്നുള്ളതാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വ്യക്തമാക്കുന്നത്. ഐസൻ, തീർച്ചയായും ഒരു ചോദ്യം കൂടിയുണ്ട്. അത് ഏറെ ചുരുക്കിയ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഈ സാങ്കേതിക വിദ്യാരംഗത്ത്, പ്രത്യേകിച്ച് ആധുനിക ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യാരംഗത്ത് വൻ മുന്നേറ്റം നടത്തിയ, ഒരു IT രംഗത്തൊരു വിപ്ലവം തന്നെ നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു. നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? പുതിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാഴ്ചപ്പാടും ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യത്തിൽ ഏറെ ഗൗരവമർഹിക്കുന്നതും പ്രാധാന്യമുള്ളതുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഡബിൾ എഞ്ചിൻ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? എങ്ങനെയാണ് ജിഷ്ണു വിലയിരുത്തുന്നത്? ഐസൻ, തീർച്ചയായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന നയങ്ങളിൽ ഊന്നിക്കൊണ്ട് ആന്ധ്രാപ്രദേശിൽ ഭരണം മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡുവും ഒപ്പം NDA നേതാക്കളും വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ നയം നമുക്ക് വളരെ വ്യക്തമായി അറിയാം. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത്യാധുനിക സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് അതേസമയം ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഭരണം നിർവഹിക്കുക എന്ന വ്യക്തമായ നയമാണ് നരേന്ദ്രമോദി സർക്കാരിനുള്ളത്. അതുകൊണ്ട് രാജ്യം അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ അതിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കുകയും ഒപ്പം രാജ്യത്തിൻ്റെ പരമ്പരാഗത സംസ്കൃതിയെ അല്ലെങ്കിൽ പാരമ്പര്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതാണ് മോദി സർക്കാരിൻ്റെ നയം. അത്തരത്തിൽ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ അല്ലെങ്കിൽ NDA സർക്കാരിൻ്റെയും ഒപ്പം കേന്ദ്രത്തിലെ രാജ്യ തലസ്ഥാനത്ത് മോദി സർക്കാരിൻ്റെയും വികസന നയങ്ങളിൽ ഊന്നിക്കൊണ്ട് സംസ്ഥാനത്തെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവും ഒപ്പം NDAയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഐസൺ, നന്ദി ജിഷ്ണു.